ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഇന്നു മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അതുകൊണ്ടല്ലേ ഇങ്ങനൊരു പ്ലാനും കൊണ്ട് നമ്മൾ ഇറങ്ങിയത്. എന്നിട്ട് ഇപ്പൊ എന്തായി? അവള് കല്യാണത്തിന് സമ്മതിച്ചില്ലേ? എന്ന് വെച്ച് ഈ കല്യാണം നടക്കൂ? ഇനി എന്താ തടസ്സം? സിദ്ധുവേട്ടൻ കേൾക്കാനിരുന്നൊരു സമ്മതം ഇപ്പൊ കിട്ടിയിരിക്കുന്നെ. ഈ കല്യാണം ഉടനെ നടക്കും. ഞാനൊരു വിഡ്ഢിയെ പോലെ പുറത്ത് നിൽക്കേണ്ടി വരും. ഏയ്, അങ്ങനൊന്നും സംഭവിക്കില്ല. നിനക്കത് പറയാം, അനുഭവിക്കുന്നത് ഞാനാ. സിദ്ധുവേട്ടനെ നഷ്ടപ്പെടുന്ന കാര്യം ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല. എന്നിട്ട് ഇങ്ങനൊരു സാഹസത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു. ഞാൻ കല്യാണം കഴിക്കാൻ പറയുമ്പോ ദേവിക എതിർക്കും. ആ ഒഴിഞ്ഞുമാറ്റം മുതലാക്കി ഞാൻ സിദ്ധുവേട്ടനെ കെട്ടും. നമ്മുടെ ആ പ്ലാനാ പൊളിയുന്നത്. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ റൂബി. ഒരു വഴിയുണ്ട്. തങ്കച്ചി, അവരെ ഉപയോഗിക്കണം. അവരൊരു പിടിവള്ളിയാ. അവരെ വേണ്ട പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സിദ്ധുവും ദേവികയും തമ്മിലുള്ള കല്യാണം നടക്കില്ല. കുഴപ്പക്കാരിയാ തങ്കച്ചി. എന്തും ചെയ്യാൻ മടിയില്ലാത്തവര്. അവരെ കളത്തിലേക്ക് ഇറക്കണോ? അതും കല്യാണം മുടക്കാൻ? വേറൊന്നും കൊണ്ടല്ല, പിന്നെ അവര് നമുക്കൊരു ബാധ്യതയായിട്ട് മാറരുത്. നമ്മുടെ ആവശ്യം ഇപ്പൊ എന്താ? സിദ്ധുവും ദേവികയും തമ്മിലുള്ള കല്യാണം മുടക്കലല്ലേ? വെറുതെ മുടക്കിയ പോരാ, അതിന്റെ പിന്നിൽ നമ്മളാണെന്ന് ആരും അറിയുകയും ചെയ്യരുത്. അവര് ഒരിക്കലും യോജിക്കാത്ത വിധം പിരിഞ്ഞകലേം വേണം. ഇത് രണ്ടും നടക്കണമെങ്കിൽ അത് തങ്കച്ചിയെ കൊണ്ടേ പറ്റൂ. തങ്കച്ചി പോലും അറിയരുത് അവരെ നമ്മൾ ഉപയോഗിക്കുകയാണെന്ന്. കുഴപ്പമാവൂ റൂബി? ഒരു കുഴപ്പമില്ല. നമ്മുടെ ഒരു കണക്കുകൂട്ടലേ ഇപ്പൊ തെറ്റിയിട്ടുള്ളൂ. കൂടുതൽ തെറ്റാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തങ്കച്ചിയാ ബെസ്റ്റ് ചോയ്സ്. അവരെ വെച്ച് പ്ലേ ചെയ്യും, എല്ലാം ഭംഗിയാവും. നീ കാര്യം പറ. ഓണമായി. അതിന് ഓണക്കോടിയൊക്കെ എടുക്കണ്ടേ? അതിനുള്ള കാശ് നിന്റെ അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? അതല്ല അമ്മേ, ഞാനിപ്പോ ഇവിടെയാണല്ലോ. ഇത്തവണ ഇവിടെയുള്ള എല്ലാവർക്കും ഓണക്കോടി വാങ്ങിക്കൊടുത്താലോ എന്ന് ചിന്തിക്കുക. വാങ്ങിക്കൊടുത്തോ? ആരെങ്കിലും പറഞ്ഞാ വാങ്ങണ്ടാന്ന്? വാങ്ങുമ്പോ എനിക്കും കൂടി ഒരെണ്ണം വാങ്ങിച്ചോ. അല്ല, കാശ് നീ കണ്ടുപിടിക്കണം. എന്റെ അമ്മ എന്റെ കയ്യിൽ എവിടുന്ന കാശ്? കാശ് അമ്മ തരേണ്ടി വരും. കണക്കെഴുതി വെച്ചു, പാലിശ സഹിതം ഞാൻ തീർത്തോളാം. ആ പിന്നെ ഇത്തവണ ഓണത്തിന് നെത്തിക്കുട്ടിക്ക് ഒരു ചുവന്ന നിറത്തിലുള്ള ഡ്രസ്സാ വാങ്ങേണ്ടത്. അതെന്തിനാ? അതൊക്കെ ഉണ്ടമ്മേ. 2 കല്യാണം കൂടി ഒരുമിച്ച് നടത്താനാണല്ലോ ഇവിടെ ചിലർ ആലോചിക്കുന്നത്. അതെങ്ങനെയെങ്കിലും മുടക്കണം എനിക്ക്. അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ചുവന്ന നിറത്തിലുള്ള ഡ്രസ്സ് അതിനാ വാങ്ങും. എന്താ നിന്റെ പ്ലാൻ? അതൊന്നും അമ്മ അറിയണ്ട. അമ്മ കാശ് തന്നാ മാത്രം മതി. കാശ് തരാൻ ഞാനും കാര്യം നടത്താൻ നീയും അല്ലേ? എല്ലാം ഞാൻ ഒരു ദിവസം തിരിച്ചു തരുമേ. അമ്മ വിഷമിക്കണ്ട. എന്നെ പട്ടടക്കി എടുക്കുന്നതിന് മുമ്പ് എല്ലാം വിചാരിച്ച പോലെ നടക്കൂടാ. അതിനല്ലേ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയായി? 150.
നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ കാണാൻ വരരുതെന്ന്. നിങ്ങൾ ശരത്തേട്ടനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. പല പ്രാവശ്യം നമ്മൾ തമ്മിൽ കണ്ടു. പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു. അതൊന്നും വിശ്വസിക്കാൻ ഇതുവരെ പൊന്നുമണി തയ്യാറായിട്ടില്ലല്ലോ. എന്നിട്ടും പിന്നെ ഞാൻ വരുന്നുണ്ടെങ്കിൽ അതെന്തിനായിരിക്കും എന്ന് ആലോചിക്കാനുള്ള ബോധം പൊന്നുമണിക്കില്ലേ? ഇല്ലെന്ന് തന്നെ അങ്ങ് കൂട്ടിക്കോ. അല്ലെങ്കിൽ തന്നെ നെഗറ്റീവ്സ് ഇല്ലാത്ത ആരാ ഈ ലോകത്തുള്ളത്? ശരത്തേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഞാൻ സഹിച്ചു എന്നങ്ങ് കരുതിയാ മതി. പിന്നെ എന്തിനാ ശല്യം ചെയ്യാൻ വരുന്നേ? എന്നെ ശല്യമായിട്ട് കാണരുതേ പൊന്നുമണി. വലിയൊരു അപകടത്തിന്റെ വക്കീലാ പൊന്നുമണി. അതിന്ന് രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ദേവി, ഇത് എന്നെ വിശ്വസിക്കണം. ഇറങ്ങി പൊക്കോണോ എന്റെ മുമ്പിന്ന്. എനിക്കൊന്നും കേക്കണ്ട. ശരത്തേട്ടനെ കുറിച്ച് ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കില്ല. എനിക്കറിയാവുന്ന പോലെ ശരത്തേട്ടനെ മറ്റാർക്കും അറിയില്ല. അതിപ്പോ മറ്റാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. മേലാൽ എന്നെ കാണാൻ വരരുത്. എനിക്കത് ഇഷ്ടമല്ല. ഇനി വരാതിരിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ വന്നത് ഒരു വിവരം കൂടി പറയാനാ. ശരത്തിനൊരു അപകടം പറ്റി. അയ്യോ, എപ്പോ? എന്ത് പറ്റിയതാ? ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയുടെ നട്ടൂരി തെറിച്ചെന്നാ പറഞ്ഞു കേട്ടത്. ഭാഗ്യം കൊണ്ടാ മരിക്കാതെ രക്ഷപ്പെട്ടത്. ആ ആയുസ് ഒടുങ്ങിയില്ലല്ലോ എന്ന എന്റെ സങ്കടം. അത് അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. എങ്കിൽ ഒരുപാട് പെൺകുട്ടികളുടെ ജീവൻ രക്ഷപ്പെട്ടേനെ. ഇറങ്ങി പോടി ഇവിടുന്ന്. എന്റെ ശരത്തേട്ടനെ കുറിച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞോ നല്ല തല്ല് വാങ്ങും നീ. ഇറങ്ങി പോടി. പോകാൻ. ആരാടി മോളേത്? ആ അമുതം. അമ്മായി, ശരത്തേട്ടന് ആക്സിഡന്റ് പറ്റി. എനിക്കൊന്ന് കാണാൻ പോണം. നീ പോണ്ട. ഞാൻ പോവും. നിന്റെ ആരാടി അവൻ? അവൻ കാരണം നിനക്കുണ്ടായ നഷ്ടങ്ങളൊക്കെ ഇത്ര വേഗം നീ അങ്ങ് മറന്നോ? എനിക്കിഷ്ടമാണ് ശരത്തേട്ടനെ. ഞാൻ പോവും. നീ പോവോ? ആ പോവും. എങ്കിൽ എനിക്കതൊന്ന് കാണണം. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിന്നെ അതിന് സമ്മതിക്കില്ലടി. എനിക്ക് അമ്മായിയുടെ സമ്മതം വേണ്ടെങ്കിലോ? ഇതെന്റെ വീടാ. ഇവിടെ താമസിക്കുന്നവര് എന്നെ അനുസരിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ ഞാൻ അനുസരിപ്പിക്കും. ഞാൻ പോവും. എന്നെ തടയണ്ട. ഇതുവരെ മര്യാദയ്ക്ക് നിന്നോട് ഞാൻ സംസാരിച്ചത്. ഇനി എന്റെ തനി സ്വഭാവം പുറത്തെടുപ്പിക്കരുത്. ഞാൻ പോവെന്ന് പറഞ്ഞ പോയിരിക്കും. എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ. കേറിപ്പൊടിയകത്ത്. എനിക്ക് പോണം. അത്രക്കായോടി. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പാടി ഇങ്ങോട്ട്. കേറിപ്പൊടിയകത്ത്. കേറ്. എന്താ മോനെ, ശരത്തിനെ കാണാൻ പോണമെന്ന് ഇവിടെ ഒരാൾക്ക് ഒരേ നിർബന്ധം. ഞാൻ സമ്മതിച്ചില്ല. അത് നന്നായി.